18 വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കിള്ളിമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് 1 മുതൽ 31 വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു. കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും. ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക. ആചാരാനുഷ്ഠാനങ്ങളുടെ ശ്രേഷ്ഠതയിൽ സമ്പന്നമായ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറ്റത്തോടുകൂടിയാണ് തുടക്കമായത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവം ഏപ്രിൽ 4-ന് സമാപിക്കും. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ഉത്സവ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് കൊടിയേറ്റത്തിന് ശേഷം പാട്ടുകൂറയിടൽ, അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവ നടന്നു. തുടർന്ന് തിരുവാതിരക്കളി, തായമ്പക, ഭക്തിഗാനസുധ എന്നിവയും അരങ്ങേറി. ഉത്സവത്തിന്റെ 2ാം ദിവസമായ വെള്ളിയാഴ്ച മുതൽ ഉത്സവത്തിന്റെ 7ാം ദിവസമായ ഏപ്രിൽ 3 വരെ എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ 1 മണി വരെയായി പ്രസാദക്കഞ്ഞി വിതരണവും നടത്തുന്നുണ്ട്. സമാപന ദിവസമായ ഏപ്രിൽ 4-ന് വ്യാഴാഴ്ച ആറാട്ടിന് ശേഷം 21 പ്രദക്ഷിണവും തുടർന്ന് പഴയന്നൂർ ക്ഷേത്ര ഉപദേശക സമിതിയുടെ വകയായി പ്രസാദഊട്ടും നടത്തും. ഉത്സവത്തിന്റെ 6ാം ദിവസമായ ഏപ്രിൽ 2-ന് ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KP ശ്രീജയൻ അധ്യക്ഷനായിരിക്കും. ചടങ്ങിൽ വെച്ച് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം ഉപദേശക സമിതിയുടെ ഈ വർഷത്തെ ആദരമായ പൊൻപ്രഭ പുരസ്കാരം കഴിഞ്ഞ 32 വർഷമായി പഴയന്നൂർ ഭഗവതി ക്ഷേത്ര ജീവനക്കാരനായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക കലാകാരൻ ജയൻ പൊതുവാളിന് സമ്മാനിക്കും. വിവിധ ദിവസങ്ങളിലായി കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന ഉത്സവ പരിപാടികളെക്കുറിച്ച് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി PM ജയറാം സംസാരിക്കുന്നു. ട്രഷറർ S നാരായണദാസ്, ഭാരവാഹിയായ രാധിക തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ 2024 ഉത്സവം മാർച്ച് 28 വ്യാഴാഴ്ച കൃഷ്ണൻ ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ പന്തൽ വൈദികൻ ജാതവേദൻ നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ കൊടിയേറ്റ ദിവസം മുതൽ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. അമ്പലത്തിനകത്തെ കാഴ്ചശീവേലി അടക്കമുള്ള പതിവ് പരിപാടികൾക്കൊപ്പം വേദിയിൽ കലാ സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട്. കൊടിയേറ്റ ദിവസമായ ഇന്നലെ തുടക്കത്തിൽ കൃഷ്ണാഞ്ജലി വടക്കേത്ര അവതരിപ്പിച്ച തിരുവാതിരക്കളിയോടുകൂടിയാണ് കലാ സാംസ്കാരിക പരിപാടികൾ തുടക്കമായത്. അതിനുശേഷം കൊണ്ടാഴി ഗുരുകുലം KR അഭിരാമിയുടെ തായമ്പകയുണ്ടായി. അതിനുശേഷം വിജയകുമാർ മുറ്റിച്ചൂർ നയിച്ച ഭക്തിഗാനമേള കൊടിയേറ്റ ദിവസം ഉണ്ടായി. തുടർന്ന് അങ്ങോട്ട് ഓരോ ദിവസവും വിവിധങ്ങളായ കലാപരിപാടികൾ സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിലിപ്പോൾ മെയിൻ ട്രെൻഡ് എന്ന് പറയുന്നത് തിരുവാതിരക്കളിയാണ്. എല്ലാ ദിവസവും 1-2 വീതം തിരുവാതിരക്കളികൾ വരുന്നുണ്ട്, അരങ്ങേറുന്നുണ്ട്. ഇനിയും അതിന് ആവശ്യക്കാരേറെയാണ്. പക്ഷെ അത് ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സമയക്കുറവ് കാരണം പല പരിപാടികളും നമ്മൾ ഒഴിവാക്കേണ്ടതായി വന്നിട്ടുണ്ട്. CCV ന്യൂസ്, പഴയന്നൂർ.